എവിടാ പോകുന്ന ട്രെയിന്? എവിടാ പോകുന്ന ട്രെയിനിലോ? അവൻ ഈ ട്രെയിനിൽ കറങ്ങാൻ പോവാണ് ലുലു മാളിൽ. അപ്പോൾ കണ്ടപ്പം വിചാരിക്കും ഒറിജിനൽ ട്രെയിനിൽ പോകുന്ന കണക്കാണ് അവൻ്റെ ഭാവം. അപ്പോൾ എന്തായാലും ലുലു മാളിൽ അവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എസ്കലേറ്ററിൽ കിടന്ന് കറങ്ങാനാണ് പാടുപെട്ടത്. ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ കിടക്കുന്നുള്ള എക്സൈറ്റ്മെൻ്റ് ഉള്ളു. ആ ചുറ്റിനും ഉള്ളവർ ഇതൊക്കെ നാട്ടിൻപുറത്തുനിന്ന് ഏതോ ഒരു ഇതൊന്നും ഇല്ലാത്തൊരു നാട്ടിൽ നിന്ന് വന്ന പ്രതീതിയായിരുന്നു എല്ലാവർക്കും. അപ്പോൾ എന്തായാലും എസ്കലേറ്ററിൽ കയറാൻ എൻ്റെ അമ്മയുടെ പേടി ഉണ്ടാവാൻ എൻ്റെ അവിടെ നിൽക്കുന്ന എല്ലാവരും എൻ്റെ അമ്മയെ തന്നെയായിരുന്നു നോക്കുന്നത്. കണ്ട ഒരു വിധത്തിൽ കയറത്തില്ല. പിന്നെ ഞാൻ എങ്ങനെയോ പിടിച്ച് വലിച്ച് കയറി അവിടെ ഉളുക്കി ഇവിടെ ഉളുക്കി അതിൽ വരത്തില്ലെന്ന്. അപ്പം ഞാൻ എങ്ങനെയെങ്കിലും അതിനകത്ത് കയറ്റി 2-3 വട്ടം മനഃപൂർവ്വം അതുകൊണ്ട് അതിനകത്ത് കയറ്റി. അതിനുശേഷം ഞങ്ങൾ ചുമ്മാ ഒന്ന് കയറിയതാണ് കേട്ടോ. അച്ഛന് മരുന്നിന് പോകണമായിരുന്നു, അതായത് മെഡിസിൻ വാങ്ങിക്കാൻ പോകണമായിരുന്നു. അന്നേരം അതിൻ്റെ കൂടെ ലുലുവിലും കൂടെ കയറി. പാരഗണി ഒരു 1.5 മണിക്കൂർ ഇരുന്നിട്ടാണ് ഞങ്ങൾക്ക് ഇത്തിരി ഫുഡ് കിട്ടി. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് വെറുതെ ഇരിക്കണ്ടല്ലോ, അടി കൂടി ഇരിക്കാന്ന്. അങ്ങനെ ഉന്തും തെള്ളുമായിട്ട് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, നിങ്ങൾ അടി കൂടണ്ട, ഫുഡ് കഴിച്ചിട്ട് പോയിക്കോ, അടി കൂടാനായിട്ട് ഇവിടെ ഇരിക്കേണ്ടെന്ന്. അപ്പോൾ എൻ്റെ മോൻ അവിടെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് അവർ നമുക്കൊരു സീറ്റ് ഒപ്പിച്ച് തന്ന് അങ്ങനെ ഇരുന്ന് ബിരിയാണിയും, പാരഗണിലെ ബിരിയാണി ഫേമസ് അല്ലേ, എനിക്ക് അത്രയൊന്നും ഇത് തോന്നിയില്ല കേട്ടോ. എന്നാലും കൊള്ളാം, തരക്കേടില്ല. ഈ പറയുന്ന കണക്ക് എനിക്കൊന്നും തോന്നിയില്ല. പിന്നെ അമ്മ ഊണ് പറഞ്ഞ് അതിൽ നിന്നും കുറച്ച് ഇസ്കി, ബിരിയാണിയിൽ നിന്നും കുറച്ച് ഇസ്കി. ചോറിന് ഒരുപാട് കറികളുണ്ടായിരുന്നു. എനിക്ക് ബിരിയാണിയെക്കാട്ടി ഇഷ്ടപ്പെട്ടത് ചോറാണ് കേട്ടോ. അതിനകത്ത് പരിപ്പ്, പപ്പടം, സാമ്പാർ, അവിയൽ, പുളിശ്ശേരി, പിന്നെ കുറച്ച് മീൻകറി, അങ്ങനെ പല ഐറ്റംസും നമ്മൾ കഴിക്കാത്ത കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മൾ ഫണ്ടൂറയിൽ വിട്ട് ആദ്യമേ എന്തെന്ന് വെച്ചാൽ ഒരു കാർഡ് എടുത്ത് നമുക്കറിഞ്ഞൂടായിരുന്നു, ആദ്യമായിട്ട് കയറുന്നതിൻ്റെ അല്ലേ, എല്ലായിടത്തും കൊണ്ടുവന്നില്ല. പാവ എടുക്കുന്നൊരു ഗെയിം ഉണ്ടല്ലോ, അവിടെ കൊണ്ടുവന്ന് 2-3 വട്ടം അങ്ങ് ചുരണ്ടിയപ്പോഴത്തേക്ക് അതങ്ങ് തീർന്നു കിട്ടി, അതിലെ പൈസയും തീർന്നു കിട്ടി. ഇനി ഇവന്മാരെയും കൊണ്ട് ഫണ്ടൂറയിൽ നിന്നിട്ട് പറ്റത്തില്ലല്ലോ, അവന്മാർ വീണ്ടും പറയും കയറണമെന്ന്. അതുകൊണ്ട് ഇനി പോരുന്നത് ട്രെയിനിലൊക്കെ കറക്കി ചുമ്മാ പറ്റിച്ചു.